തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 1-ാം വാർഡിലെ നാട്ടുകാരുടെ സൗഹൃദ കൂട്ടായ്മ പാസ് കഴിഞ്ഞ 20 വർഷം ഒത്തൊരുമയോടെ ഒരു മനസ്സായി മുന്നോട്ട് നീങ്ങിയ പാസിന്റെ 20-ാം വാർഷിക ആഘോഷം സമാഗമം 2012 ഇവിടെ ആരംഭിക്കുകയായി. വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാം ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് സേവാ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ വേദനിക്കുന്നവരുടെ ആശ്വാസത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പാസ് എന്നും വിജയത്തിൽ തന്നെ എത്തും. ഇനി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത് ഈ ചടങ്ങിന്റെ ഇന്നത്തെ ഈ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഉദ്ഘാടന ചടങ്ങാണ്. അത് നിലവിളക്ക് കൊളുത്തി ആ ഭദ്രദീപം കൊളുത്തി തെളിയിച്ച് അതിനു വേണ്ട ആശംസകളും അതിനു വേണ്ട നല്ല വാക്കുകളും പറയാൻ നമുക്ക് കിട്ടിയിരിക്കുന്നതോ ഏറ്റവും മഹനീയനായ ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരൊറ്റ ചിത്രം കൊണ്ട് തന്നെ ലോക സിനിമയിലേക്ക് ശ്രദ്ധ കൊണ്ടെത്തിച്ച ശ്രീ ഷോഹൻ റോയ് സാർ, അദ്ദേഹത്തിന്റെ ഡാം 999 എന്ന ചിത്രത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിരിക്കുന്നു. അത്രയും വിശിഷ്ടമായ ഒരു വ്യക്തിത്വത്തെ നമുക്കിന്നിവിടെ ഉദ്ഘാടകനായി കിട്ടിയതിൽ നമുക്ക് ഏവർക്കും സന്തോഷമുണ്ട്. ആ സന്തോഷം നമ്മൾ എങ്ങനെയാ ഒന്ന് പ്രകടിപ്പിക്കുക? തീർച്ചയായും നമുക്ക് അദ്ദേഹത്തെ സന്തോഷപൂർവ്വം വളരെ സ്നേഹത്തോടെ ആദരവോടെ തന്നെ ആ കലാകാരനെ നമുക്ക് ക്ഷണിക്കാം. ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ സമൂഹത്തിലെ വ്യക്തികളുടെ ജീവിതത്തിന്റെ മനസ്സിന്റെ നമ്മൾ കാണാത്ത ലോല തലങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി അവരുടെ വ്യക്തിത്വത്തെ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത വിചാരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നവനാണ് കലാകാരൻ. തീർച്ചയായും നമുക്ക് കിട്ടിയിരിക്കുന്ന സംവിധായകൻ അത്തരം അദ്ദേഹത്തിന്റെ ചിന്തകൾ, അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളാണ് സംവിധാനത്തിലൂടെ അഭ്രപാളികളിൽ അദ്ദേഹം കൊണ്ടെത്തിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് ഇന്ന് നമ്മുടെ ഈ പാസിന്റെ സേവാ പ്രവർത്തനങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ സേവന രംഗത്തെക്കുറിച്ചും ഒക്കെ നല്ല വാക്കുകൾ, നല്ല കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായേക്കും. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അതിനുവേണ്ടി നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കാം. ശ്രീ ഷോഹൻ റോയ് സാർ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പാസ് കുടുംബാംഗങ്ങളെ, ഇന്ന് ദുബൈയിൽ ഇന്ത്യൻ സിനിമയുടെ 100-ാം വാർഷികം ആഘോഷ ചടങ്ങുകൾ നടക്കുകയാണ് ഇന്ത്യൻ അംബാസഡറിൻ്റെ നേതൃത്വത്തിൽ. പക്ഷെ അതിൽ 100-ാം വർഷത്തിൻ്റെ പ്രതിനിധിയായിട്ട് എന്നെയാണ് ആദരിക്കുന്നത്. പക്ഷെ അതിന് ഞാൻ നേരത്തെ ഏറ്റിരുന്നതാണ് ഇന്ന് അവിടെ എത്താമെന്ന്. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് ക്രിസ്റ്റഫർ എന്നെ വിളിച്ചു. ഞാൻ ഡാം 999 ചൈനീസ് ഓസ്കാറിന് സെലക്ഷൻ കിട്ടിയിട്ട് ഞാൻ ചൈനയിൽ അതിൻ്റെ പ്രദർശനമായി നിൽക്കുമ്പോഴാണ് ക്രിസ്റ്റഫർ വിളിക്കുന്നത്. ക്രിസ്റ്റഫർ വിളിച്ച് ഈ ചടങ്ങിന് വരണം എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ബന്ധമാണ് ക്രിസ്റ്റഫറുമായിട്ടുള്ളത്. അത് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കാര്യം എൻ്റെ വളർച്ചയിലും വളരെ എനിക്കൊരിക്കലും മറക്കാൻ പാടില്ലാത്തതും മറക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള വ്യക്തിത്വങ്ങളിലൊന്നാണ് ക്രിസ്റ്റഫർ. കാര്യം എസ്പെഷ്യലി കലാജീവിതത്തിലും സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളിലും. കാര്യം ഞാൻ ആദ്യം ഫുജൈറയിലാണ് വരുന്നത്. വന്നു കഴിഞ്ഞ് പിന്നീട് ദുബൈയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ദുബൈയിൽ അധികം ആൾക്കാർ പരിചയമില്ലാത്തൊരു സമയത്താണ് ക്രിസ്റ്റഫറിനെ യാദൃശ്ചികമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു സംഘടനയുമായി ബന്ധപ്പെടുത്തുന്നത് ക്രിസ്റ്റഫറാണ്. അന്ന് ഇന്ത്യൻ എക്കോസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഇനാഗുറേഷന് വേണ്ടി അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു ഷാർജയിലുള്ള ഇൻഡസ്ട്രിയൽ ഏരിയയിൽ എവിടെയോ ഒരു സ്ഥലത്ത് വിളിച്ചുകൊണ്ട് വൈകിട്ടൊന്ന് വരണം, ഒരു സ്ഥലത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അന്ന് അവിടെ വെച്ചിട്ടാണ് ഇന്ത്യൻ എക്കോസ് എന്ന് പറയുന്നൊരു സംഘടന രൂപം കൊള്ളുന്നത്. അത് പക്ഷേ പിന്നീടാണ് വളരെ ശക്തമായ രീതിയിൽ അത് പ്രവർത്തനമൊക്കെ നടന്നത്. പിന്നീട് ക്രിസ്റ്റഫർ എന്നെ കൊണ്ടുപോകുന്നത് തിരുമുറ്റം എന്ന് പറയുന്ന ഒരു സംഘടനയിലേക്കാണ്. അപ്പോൾ അതിന് കൊണ്ടുപോകുന്നത് ഈ തിരുമുറ്റത്തിന് കൂടാൻ സ്ഥലമില്ല, മീറ്റിംഗ് കൂടാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഞാൻ അതിൽ മെമ്പറൊന്നും അല്ല. ക്രിസ്റ്റഫർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഇല്ല, ഈ മീറ്റിംഗ് കൂടാൻ സ്ഥലം തരണം. അങ്ങനെ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ മീറ്റിംഗ് ക്രിസ്റ്റഫർ തുടങ്ങുന്നത്. അങ്ങനെ തിരുമുറ്റത്തിലേക്ക് ഞാൻ പിന്നീട്
എന്താണ് അതുമായി ബന്ധപ്പെടേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് ആക്ച്വലി എൻ്റെ സംഘടനാ പ്രവർത്തനം ഞാനിവിടെ ആരംഭിക്കുന്നത്. ഞാൻ വളരെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സംഘടനാ കാര്യം തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് മാറി നിൽക്കുന്ന എന്നെ ആക്ച്വലി ക്രിസ്റ്റഫർ തന്നെയാണ്. കാര്യം പുള്ളിയും എൻ്റെ അതേ ഫീൽഡിൽ വർക്ക് ചെയ്താണ്, ഷിപ്പിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ്. ക്രിസ്റ്റഫറിനെ കണ്ടതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ആക്ച്വലി നമ്മുടെ വർക്ക് ഉണ്ടെങ്കിൽ തന്നെ അതിന് പാരലായിട്ട് ഇതുപോലുള്ള സംഘടനാ പ്രവർത്തനവും നമുക്ക് നടത്താമെന്ന് കരുതി പിന്നീട് ക്രിസ്റ്റഫറാണ് ശക്തമായിട്ട് തിരുമുറ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ UAE സാംസ്കാരിക വേദിയിലെ ഏറ്റവും സുവർണകാലം എന്ന് പറയുന്ന ആ ഒരു പീരീഡാണ്. ഒരു 1997 to ഒരു 2007 വരെ ഒരു 10 വർഷത്തോളം കാലമുണ്ട്. ഏറ്റവും ശക്തമായ രീതിയിൽ ഇവിടെ കലാപ്രവർത്തനങ്ങൾ UAE നടന്നിട്ടുള്ളതാണ്. അന്ന് ഏറ്റവും ഇന്ന് ആ വിഭജനോത്സവങ്ങളൊന്നുമില്ല. ഇന്ന് കൈരളി ദളയോ മറ്റോ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തുടങ്ങുന്ന സമയത്തും ദള എന്ന് പറയുന്ന ഒരു വിഭജനോത്സവം മാത്രമേ അന്നും ഉള്ളൂ. ഒരു കൈരളി വല്ലപ്പോഴും നടത്തും. പക്ഷേ പിന്നീട് UAE കണ്ട ഏറ്റവും വലിയ വിഭജനോത്സവങ്ങളായ തിരുമുറ്റം വിഭജനോത്സവം, മെഗാ യൂത്ത് ഫെസ്റ്റിവൽ, എക്കോ ഫെസ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും വലിയ യുവജനോത്സവം, പിന്നീട് അക്കാഫിൻ്റെ യുവജനോത്സവം, അങ്ങനെ കുറേ യുവജനോത്സവങ്ങൾ വരികയും ഞങ്ങൾ തമ്മിൽ പരസ്പരം മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കൺസ്ട്രക്റ്റീവായിട്ടാണ് ഉണ്ടായത്. UAEക്കും ഇവിടുത്തെ കലാകാരന്മാർക്കും എല്ലാം വളരെ കൺസ്ട്രക്റ്റീവായിട്ട് മാറുകയും വളരെ ശക്തമായിട്ട് ഈ കലാപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയതിനും ഒരു കാരണക്കാരൻ ക്രിസ്റ്റഫറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ക്ഷണം എനിക്ക് നിരസിക്കാൻ പറ്റാതെ വന്നു. ക്രിസ്റ്റഫറിനെ പ്രത്യേകം നന്ദി പറയുകയാണ് ഈ ഒരു വേദിയിലേക്ക് വിളിക്കുന്നത്. പക്ഷേ അതിന് ഞാനിപ്പോൾ ഇന്ന് കൊടുക്കേണ്ടി വരുന്ന വില വലുതാണ്. ഒരു ഉദ്ഘാടകനും ചെയ്യാത്തൊരു കാര്യം ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ആ ഫംഗ്ഷനിൽ എൻ്റെ ഗ്യാരണ്ടി ആയിട്ട് എൻ്റെ വൈഫിനെ ഞാൻ അവിടെ ഇരുത്തിയിട്ടാണ് വന്നേക്കുന്നത്. അല്ലാതെ അവർ എന്നെ പുറത്തേക്ക് വിടാത്ത ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉടൻ തന്നെ തിരിച്ചു പോകണം. ഞാൻ 7:45 അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രസംഗം അധികം നീട്ടുന്നില്ല, ചുരുക്കി ഏതാനും വാക്കുകൾ തന്നെ പറയാം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ഒരു ചെറിയ വീഡിയോ ഉണ്ട്. ആക്ച്വലി സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കാം. ഞാൻ ആ രീതിയിൽ വേറൊരു രീതിയിലാണ് ഞാൻ കണ്ടത്. സാധാരണ സിനിമാക്കാരെല്ലാം ഈ സബ്ജക്റ്റുകൾ അന്വേഷിച്ചാണ് നടക്കുന്നത്. എവിടെയെങ്കിലും ഒരു നല്ല സബ്ജക്റ്റ് കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടന്നു. സത്യം പറയാം, എനിക്കിവിടെ വന്നിരുന്നപ്പോൾ തോന്നിയത് ഇത്രയും ഒരു സത്യനന്ദിക്കാട് ചിത്രം ഉണ്ടാക്കാനുള്ള എല്ലാം നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ആ സിനിമ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വീഡിയോ നോക്കിയാൽ എത്ര മനോഹരമായ ലൊക്കേഷൻ നിങ്ങൾക്കുണ്ട്. പള്ളിത്തുറ എന്ന് പറയുന്ന നല്ല മനോഹരമായ ഒരു വാക്കുണ്ട്. നിങ്ങൾക്ക് ഒരു സ്ഥലത്തിനെ ആ സിനിമ തുടങ്ങുന്നത് പോലും ഒരു സ്ക്രിപ്റ്റ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയായിരുന്നു. ആ പള്ളിത്തുറ ഗ്രാമം കാണിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു സിനിമ തീർച്ചയായിട്ടും അവിടുന്ന് ആരംഭിക്കുന്നു. പിന്നെ കുടിയൊഴിപ്പിക്കേണ്ടി വരുന്ന ഒരു സമൂഹം, ISROയ്ക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കേണ്ടി വരുന്നൊരു സമൂഹം, അത് വളരെ റയറായിട്ട് ഇന്നുവരെ പറഞ്ഞു പോകാത്ത പുറപ്പാടെന്ന് പറയുന്ന സിനിമയിലൊക്കെ ചിലപ്പം കണ്ടിട്ടുണ്ടാകും. പക്ഷേ ISRO ഒന്നും ഒരു കഥാപാത്രമാക്കാൻ ഇതുവരെ ആരും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ISRO എന്ന് പറയുന്ന ഭാരതീയർക്ക് മുഴുവൻ സ്വന്തമെന്ന് അവകാശപ്പെടാവുന്ന, കേരളീയർക്ക് അഹന്ത ഉണ്ടാക്കാവുന്ന ഒരു എലിമെന്റ്, അത് നിങ്ങളുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. പിന്നെ ആ കടലും പുഴയും എല്ലാം കൂടെ ചേർന്ന് നടക്കുന്ന പ്രകൃതിരമണീയമായ ഒരു സ്ഥലം, അങ്ങനെ എന്തെല്ലാം അതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ നല്ല മനോഹരമായ ഒരു കഥയാണ്. പിന്നീട് ആ കുടിയൊഴിപ്പിക്കപ്പെട്ട സമൂഹം, ഇവരെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരു പള്ളി, അത് ഈ കഥയിലെ ഒരു കഥാപാത്രമായി മാറാവുന്നതാണ്. പിന്നീട് ഇവർ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ഈ സമൂഹം മറ്റൊരിടത്ത് ചേക്കേറുകയും അവർ അടുത്ത ജനറേഷനെ വിദേശത്തേക്ക് അവർ കൂട്ടായി എത്തുകയും അവരുടെ ആ ഒരു കൂട്ടായ്മ വിദേശത്തും ഉണ്ടാവുകയും അവർ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നാട്ടിൽ പല ഒത്തുകൂടാൻ വീണ്ടും ശ്രമിക്കുന്നതും, പണ്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട ഇവരുടെ പിതാമഹന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ നിന്ന് സിനിമ ആരംഭിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു കഥ എൻ്റെ മനസ്സിലൂടെ പെട്ടെന്ന് കടന്നുപോയി. ഒരുപക്ഷെ നിങ്ങളുടെ ഇടയിൽ നല്ല കലാകാരന്മാരുണ്ടെങ്കിൽ ആ കഥയെ ഒന്ന് കോർത്തിണക്കി ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നല്ല മലയാള സിനിമ ചെയ്യുവാനുള്ള എല്ലാ ത്രെഡും ഉണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും പേര് ഉള്ളതുകൊണ്ട്, എന്നെങ്കിലും ക്രിസ്റ്റഫറിനെ പോലെ നല്ലൊരു സംഘാടകൻ നിങ്ങൾക്കുണ്ട്. അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഗ്രാമത്തിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കാവുന്ന ഒരുപാട് സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ കോർത്തിണക്കാൻ ആ കഥയിൽ ഒരുപാട് സ്ലോട്ട്സ് ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കലാകാരൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് ഒരു കഥ എഴുതണം. ഇന്ന് സാങ്കേതിക ഒരുപാട് ഈ സിനിമകൾ നിർമ്മിക്കാൻ വളരെ ഈസിയാണ്. ഇന്ന് പണ്ടത്തെ പോലെയൊന്നുമല്ല. നിങ്ങൾക്ക് ഫിലിമൊന്നും വേണ്ട, വളരെ അഡ്വാൻസ്ഡ് ക്യാമറാസ് ഉണ്ട്, വളരെ ചീപ്പായിട്ട് ചെയ്യാവുന്നതാണ്. പണ്ടൊക്കെ കോടികൾ വേണമായിരുന്നു സിനിമ ചെയ്യാൻ. ഇന്ന് ഒരു 25 ലക്ഷം രൂപയുണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു സിനിമ വേണമെങ്കിൽ നമുക്ക് ലോ ബഡ്ജറ്റിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമുണ്ട്.
നിങ്ങൾക്കൊരു വലിയ ബഡ്ജറ്റ് എടുക്കാനില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോ ബഡ്ജറ്റായ 25 ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് കൊച്ചിയിൽ ഞങ്ങൾക്ക് ടെലിവിഷൻ ചാനലുണ്ട്. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടൊരു സ്റ്റുഡിയോ ഉണ്ട്. ഈ സ്റ്റുഡിയോയിൽ 12 മണിക്കൂർ മതി ഞങ്ങൾക്ക് ടെലിവിഷൻ ചാനലിന്. ബാക്കി 12 മണിക്കൂർ NRI പ്രൊഡ്യൂസേഴ്സ് ആർക്കെങ്കിലും സിനിമകൾ ചെയ്യണമെങ്കിൽ ഞങ്ങൾ അവരിനുള്ള എല്ലാ ഫെസിലിറ്റീസും ചെയ്തു കൊടുക്കുകയാണ്. അടുത്ത മാസം അതിൻ്റെ ഒരു NRI പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ അസോസിയേഷൻ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഇവിടുന്ന് പറയുന്ന നാട്ടിൽ പോയി സിനിമ ചെയ്യുന്ന NRIസിനെ കുത്തുവാള എടുപ്പിക്കാതിരിക്കുവാൻ വേണ്ടി ഒരു സംഘടന പോലെ ചെയ്ത് അവർ ഒരുമിച്ച് ചെയ്യുന്നൊരു കൂട്ടായ്മയാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഇതുപോലൊരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നും അറിയേണ്ട, ആ സ്റ്റുഡിയോ ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ക്രിസ്റ്റഫർ തീർച്ചയായിട്ടും അതിന് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുക. നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് ചെയ്തു കൊടുക്കുക. ഇനി ഒരിക്കൽ നമ്മളിവിടെ കൂടുമ്പോൾ ആ ചിത്രം ഇവിടെ കാണിക്കുവാനുള്ള ഒരു സംവിധാനം, ഒരു ഡോക്യുമെൻ്ററി എങ്കിലും നിങ്ങൾ ചെയ്യണം. ഒരു സിനിമ ചെയ്തില്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി എങ്കിലും ചെയ്യണം. ആ ഗ്രാമത്തിനെയും ഗ്രാമവുമായി ബന്ധപ്പെട്ട കഥാപാത്രങ്ങളെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം. അതിലൂടെ നിങ്ങൾ ഇത്രയും നാൾ 20 വർഷം നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ പല എലിമെൻസും കൊണ്ടുവരാൻ പറ്റും. പല കഥാപാത്രങ്ങൾ നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അവരെയൊക്കെ കണ്ടെത്തി ഇത് ചെയ്യുമ്പോൾ അതായിരിക്കും നിങ്ങളെ വ്യത്യസ്തരാക്കാൻ പോകുന്ന നല്ലൊരു പ്രോജക്റ്റ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുമെന്ന് ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപക്ഷെ ഞാൻ ആ ഒരു കാഴ്ചപ്പാടിലായിരിക്കും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവുക. തെറ്റാണെങ്കിൽ പൊറുക. എങ്കിലും നിങ്ങളുടെ ഇടയിലെ കലാകാരന്മാരെ കണ്ടെത്തുവാൻ കൂടി ഈ പ്രോജക്റ്റിന് സാധിക്കും. അത് ചെയ്യാൻ നിങ്ങൾക്ക് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ 20ാം വാർഷികത്തിൻ്റെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.